അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഹൃദയമെന്നുള്ളത്. ഈ ഹൃദയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമ്പോഴാണ് നാം ഏറ്റവും വലിയ മേന്മയുള്ളവരായി തീരുന്നത്. ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നാം ഏത് മൂല്യമാണോ നിറക്കുന്നത് അതിനനുസരിച്ച് നാം മേന്മയുള്ളവരായി തീരും. അതല്ല നമ്മുടെ ഹൃദയത്തിൽ മ്ലേച്ഛതകൾ കൊണ്ടാണ് നിറക്കുന്നത് എങ്കിൽ തീർച്ചയായും നാം സമൂഹത്തിൽ മ്ലേച്ഛന്മാരായി തീരും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കൃത്യമായി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു വേള നമ്മുടെ ഈ ഹൃദയം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ സാധ്യമാകുന്നത്? നാം എത്ര വലിയ ഇബാദത്തെടുത്തു എന്ന് പറഞ്ഞാലും കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം സമൂഹത്തിലെ വലിയ മേലാളന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ കൃത്യമായി ഉറപ്പിച്ചു നിർത്താനുള്ള പരിശ്രമ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നാം അല്ലാഹുവിന്റെ അടുക്കൽ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ബഗ്ദാദിൽ ഒരാളുണ്ടായിരുന്നു, സ്വാലിഹ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ 40 വർഷം ബാങ്ക് വിളിച്ച വ്യക്തിയാണ്. ഒന്നും രണ്ടുമല്ല പ്രിയപ്പെട്ടവരെ, 40 വർഷം അല്ലാഹുവിന് ബാങ്ക് വിളിച്ച വ്യക്തിയായിരുന്നു ഈ സ്വാലിഹ് എന്ന് പറയുന്നയാൾ. അയാളോട് നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും വല്ലാത്ത മഹബ്ബത്താണ്, ഇഷ്ടമാണ്, സുഹൃതവാന്മാരിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് ആളുകൾ വിചാരിച്ചിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ബാങ്ക് വിളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജമാഅത്ത് നമസ്കാരങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഇബാദത്തുകളുടെ പേരിൽ മേന്മ പറയുന്നവരാണല്ലോ. ഞാൻ ചെയ്ത ഇബാദത്തിന്റെ കടുപ്പവും വണ്ണവും കനവുമൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയ സമ്മതനായി തീരാൻ ശ്രമിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഹൃദയം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താതെ നാം ഇതൊന്നും പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവാണ് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടവൻ. അങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ നാം കൃത്യമായി അല്ലാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഈ 40 വർഷം ബാങ്ക് വിളിച്ച സ്വാലിഹ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു ദിവസം ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയുടെ മിനാരത്തിലേക്ക് കയറുകയാ. പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് അദ്ദേഹം ഇങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് പള്ളിയുടെ ചാരത്ത് താമസിക്കുന്ന ഒരു നസ്രാനി പെണ്ണിനെ അദ്ദേഹം കാണുകയാണ്. ആ പെണ്ണിന്റെ സൗന്ദര്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും അദ്ദേഹത്തിന്റെ കണ്ണിലുമെല്ലാം ഇങ്ങനെ ഉടക്കി നിൽക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിനോടുള്ള മഹബ്ബത്ത് അയാളുടെ ഹൃദയത്തിലേക്ക് കയറുകയാ. ബാങ്ക് വിളിക്കാൻ പോയ 40 വർഷം അല്ലാഹുവിന് തുടർച്ചയായി ബാങ്ക് വിളിച്ച ആ മനുഷ്യൻ, ബാങ്ക് വിളിക്കാൻ കയറിയ ആ മനുഷ്യനതാ ആ മിനാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാ. താഴേക്കിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിന്റെ വീട്ടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാ. ആ പെണ്ണിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ വാതിലിൽ ഇങ്ങനെ മുട്ടുകയാണ്. ആ മുട്ടിയ ശബ്ദം കേട്ടപ്പോൾ അകത്ത് നിന്ന് പെണ്ണ് ചോദിക്കുന്നു, ആരാ നിങ്ങൾ? അയാൾ പറയുന്നു, ഞാൻ സ്വാലിഹുൽ മുഅദ്ദിനാണ്. അതേ നാട്ടിലെ പ്രശസ്തനായ വ്യക്തിയാണ് ഇദ്ദേഹം. 40 വർഷം അല്ലാഹുവിന് ബാങ്ക് വിളിച്ചതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായ പ്രശസ്തി നൽകിയിരുന്നു. ആ പ്രശസ്തിയിൽ ആ പെണ്ണും അയാളെ കുറിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ആ പെണ്ണ് അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറക്കുകയാ. പ്രിയപ്പെട്ടവരെ, വാതിൽ തുറന്ന സമയമതാ അയാൾ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ചാടിക്കയറിയിട്ട് ആ പെണ്ണിനെ ആലിംഗനം ചെയ്യുകയാ.
പ്രിയപ്പെട്ടവരെ, ആ പെണ്ണതാ കുതിറി മാറിയിട്ട് പറയുന്നു, നിങ്ങളൊക്കെ വിശ്വസ്തതയുടെ ആളുകളല്ലേ, നിങ്ങളുടെ സഹോദരന്റെ മകളെ നിങ്ങൾ വഞ്ചിക്കുകയാണോ എന്ന് പറയുമ്പോ ആ സ്വാലിഹ എന്ന് പറയുന്ന ആള് പറയുകയാ, ഞാനിതാ നിന്നെ കണ്ട് മോഹിച്ചു പോയി, എനിക്ക് നിന്നെ പ്രാപിക്കേണ്ടതുണ്ട്, ആയതിനാൽ നീ എനിക്ക് വഴങ്ങിയില്ല എങ്കിൽ നിന്നെ കൊന്നു കളയുമെന്ന് ആ സ്വാലിഹ എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ പെണ്ണ് പറയുന്നു, നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ, നിങ്ങളുടെ അള്ളാഹുവിൽ, നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ലേ? എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതൊരു കള്ളത്തരമാണ്. എന്നെ പ്രാപിക്കാനുള്ള ഒരു ആവശ്യം മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആയതിനാൽ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്നൊഴിവാകണമെന്ന് പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി 40 വർഷം ബാങ്ക് വിളിച്ച ആ വ്യക്തിയുണ്ടല്ലോ, 40 വർഷം ബാങ്ക് വിളിച്ച ആ വ്യക്തി പറയുകയാ, ഞാനിതാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്നും ഒഴിവായിരിക്കുന്നു. മുഹമ്മദ് നബി കൊണ്ടുവന്ന എല്ലാ ചട്ടക്കൂടുകളും ഞാനിതാ പറിച്ചെറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നെയാണ് ആവശ്യമെന്നയാൾ പറയുകയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ പെണ്ണ് വീണ്ടും പറയുന്നു, നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ കൃത്യമായി ഞാൻ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ കള്ളു കുടിക്കുകയും പന്നിമാംസം കഴിക്കുകയും ചെയ്യണമെന്ന് ആ പെണ്ണയാളോട് പറയുകയാ. ആ സമയം അദ്ദേഹം ആ കള്ളു കുടിക്കുന്നു, അതാ പന്നിമാംസവും കഴിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാ? ഞാൻ വലിയ സദഖ ചെയ്യുന്നയാളാ, ഞാൻ പള്ളിയുമായി ബന്ധപ്പെടുന്നയാളാ, ഞാൻ തൊപ്പിയിടുന്നയാളാ, ഞാൻ താടി വെക്കുന്നയാളാ, ഞാൻ അല്ലാഹുവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവളാ, ഞാൻ ധാരാളമായി തസ്ബീഹുകളും ഖുർആൻ പാരായണങ്ങളും ചെയ്യുന്നവളാ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം അല്ലാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം കേട്ടോ. അതിനുവേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ ആ പെണ്ണ് പറയുകയാണ്, എൻ്റെ വാപ്പ പുറത്തു പോയിരിക്കുകയാ, കുറച്ച് കഴിയുമ്പോഴാണ് എൻ്റെ വാപ്പ വരിക, അതുകൊണ്ട് നിങ്ങൾ അതാ എൻ്റെ ബെഡ്റൂമിൽ പോയിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ മച്ചിലേക്ക് സ്റ്റെയർ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കാല് വഴുതിയതാ താഴേക്ക് വീഴുന്നു. അദ്ദേഹത്തിന്റെ തലയടിക്കുന്നു, തല പൊട്ടുന്നു, രക്തം ചീറ്റിത്തെറിക്കുന്നു. അയാൾ അവിടെ വീണ് പടഞ്ഞു മരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ പെണ്ണിന്റെ വാപ്പ അധികമല്ലാതെ വരുമ്പോ ആ പെണ്ണെല്ലാ കഥകളും പറയുമ്പോ അയാളുടെ ആ മൃതദേഹം പൊതിഞ്ഞിട്ടവർ വഴിയിൽ ഉപേക്ഷിക്കുകയാ. പ്രിയപ്പെട്ടവരെ, 40 വർഷം അല്ലാഹുവിന് ബാങ്ക് വിളിച്ച മനുഷ്യനല്ലേ, ഇതാ ഒരു പെണ്ണിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും ഹൃദയം തെറ്റിപ്പോയി അതാ കാഫിറായി പന്നിമാംസം കഴിച്ച് അതോടൊപ്പം തന്നെ കള്ളു കുടിച്ച് ഒരു പെണ്ണിനെ പ്രാപിക്കാനുള്ള വല്ലാത്തൊരാവേശത്തിൽ അയാളതാ ചത്തുപോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി ചെയ്യുന്ന പ്രാർത്ഥന എന്താണ് എന്ന് സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുമ്പോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, എന്റെ പൊന്നാര ഹബീബ് എപ്പോഴും ചെയ്യുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്.
ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിലായി ഉറപ്പിച്ച് നിർത്തണേ എന്ന് നിരന്തരമായി നബി തങ്ങൾ ദുആ ചെയ്യുമെന്ന് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ. അതുകൊണ്ട് നമ്മൾ വലിയ മേലാളന്മാരാണ്, വലിയ ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറയാതെ അതിൻ്റെ മുന്നിലൊക്കെ വിനയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിക്കല്ലേ അല്ലാ. നിനക്ക് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്നവരാ അല്ലാ, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാ, സകാത്തുകളും സദഖകളും നിർവഹിക്കുന്നവരാ, കൃത്യമായി നിന്റെ ഭവനത്തിൽ പോകുന്നവരാ അല്ലാ. ഞങ്ങളുടെ ഹൃദയം തെറ്റിച്ച് കളയല്ലേ പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയം ഉറപ്പിച്ച് നിർത്തണേ അല്ലാ എന്നാത്മാർത്ഥമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നാം ഏറ്റവും മൂല്യമുള്ളവരാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ വരാൻ, നല്ല ആഗ്രഹങ്ങൾ വരാൻ ഒക്കെ നാം ഈ ദുആ പതിവാക്കിക്കൊണ്ടേയിരിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, മനുഷ്യ മക്കളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയം അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, അല്ലാത്തവരുടെ ഹൃദയം അവൻ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാ. നമ്മുടെ ഹൃദയം ചലിച്ചു പോയാൽ നമ്മൾ നഷ്ടവാളികളാ പ്രിയപ്പെട്ടവരെ. അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ പരിശുദ്ധമായ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്.